ഹലോ നമസ്കാരം. നമുക്ക് ഇന്നത്തെ പവിത്രത്തിലെ കഥയൊന്ന് നോക്കാം കേട്ടോ. ഒന്നിപ്പോൾ 24/2/26 കഥയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രമിനെ കുറിച്ച് അന്വേഷിച്ച് ആകെ ക്ഷീണിച്ച് തളർന്ന് വീട്ടിലെത്തുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും വരികയാണ്, എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഒരു വിവരം കിട്ടില്ല, ഞാൻ ഇത്ര നേരം ശ്രീനിവാസൻ സാറുടെ അവിടെ ഇരിക്കുകയായിരുന്നു, അദ്ദേഹത്തിന് ഒരു വിവരവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞത് അവർക്കും ഒരു വിവരമില്ലെന്നാണ്. പക്ഷേ ശ്രീനിവാസൻ സാറ് പറയുന്നത് എവിടുന്നെങ്കിലും വിളിക്കേണ്ടത്, ആരുടെങ്കിലും ഫോണിൽ നിന്ന് വിളിക്കേണ്ടത്, അതുവരെ അത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോസഫ് വിക്രമിനെ അന്വേഷിച്ച് പോയ സമയത്ത് വിക്രമിൻ്റെ ബൈക്ക് അവിടെ കിടക്കണ്ടായിരുന്നു, വാസവൻ്റെ വണ്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്ന് പറയും. അപ്പോൾ എവിടെയെങ്കിലും സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടാവും എന്ന് പറയും. അപ്പോൾ കമലയുടെ മുന്നിൽ നിന്നാണ് പറയുന്നത് കേട്ടോ, എവിടെയെങ്കിലും സേഫായ ഒരു സ്ഥലത്ത് അവൻ ഉണ്ടാവുക എന്തായാലും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരെ സമാധാനിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ കമല നീ പോയി കിടക്ക്, കുറേ നേരമായില്ലെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് മാഷ് അങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട്. ആ സമയത്താണ് സബ് പോലീസ് വിളിക്കുന്നത്. പറയും എന്താടോ മാഷേ എന്ന് പറയും. അപ്പോൾ അത് ആരോഗ്യക്കുമ്പോൾ ഞാനാണ് ഈ സ്ഥലം എസ് ഐ ആണ് എന്നറിയും. എന്താ സാറേ എന്ന് ചോദിക്കും. പറയും താൻ ഒരു കാര്യം ചെയ്യും, തൻ്റെ 2 ആൺമക്കളെയും കൂടി നാളെ താൻ ഇവിടെ നിന്ന് വാ എന്ന് പറയും. അപ്പോൾ അതെന്തിനാ സാറേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും അതെന്തിനാന്ന് പറഞ്ഞാലേ താൻ അങ്ങോട്ട് വരുള്ളൂ എന്ന് ചോദിക്കുക. അല്ല സാറേ എന്നാലും എന്ന് പറയും, ഞാൻ നാളെ ഇങ്ങോട്ട് വന്നേക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്നൊക്കെ പറയും. അപ്പോൾ മാഷറിയും വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത്, കാരണം നന്ദിനി അറിയോ, അപ്പോൾ ഒരു വിവരമില്ല അല്ലേ എന്നിങ്ങനെ പറയേണ്ടത് നന്ദിനി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദിയും വിക്രമും തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, വിക്രമിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിക്രമിന് വേറൊരു ഫോണിൽ നിന്ന് പുതിയൊരു നമ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വിക്രമിന് സംസാരിക്കാൻ ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കയ്യിൽ തന്നെ വെച്ചോളൂ, ഫോണവരെ കയ്യിൽ അതോടെ ഇരുന്നോട്ടെ എന്ന് എപ്പോൾ വേണമെങ്കിലും വേദിയെ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. വേദിയും വിക്രമും ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇരിക്കും കിടക്കും മാത്രം ചെയ്യല്ലേ. അങ്ങനെ സംസാരിച്ച് നേരം വെളുപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ദീപ്തിയോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ വേദ. അപ്പോൾ ദീപ്തിയോട് എന്ത് പറഞ്ഞിട്ടും അവൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവൾ പറയും ചേച്ചിയുടെ ഭർത്താവല്ലേ വിക്രമൻ ചേട്ടാ, അപ്പോൾ മൂപ്പരെ വെളുപ്പിക്കാനല്ലേ ചേച്ചി നോക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയും നീ പറയുന്നത് എനിക്ക് മനസ്സിലായി, ശ്രീയേട്ടൻ അത്രയ്ക്ക് നിൻ്റെ മൈൻഡ് മാറ്റി കളഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊരു രക്ഷയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, വിക്രമിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമേ ഉള്ളൂ ഞാൻ വിക്രമിൻ്റെ കൂടെ നിൽക്കും, അത് എന്തിനായാലും ശരിയെന്ന് പറയും. അത് ചേച്ചിയുടെ ശരി എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദീപ്തി പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് വിക്രമായിട്ടുള്ള സംസാരം. അപ്പോൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം പഴയതിലും കൂടുതൽ ഒന്നും കൂടി ആത്മാർത്ഥമായിട്ട് അവരിങ്ങനെ രണ്ടുപേരും കൂടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കുള്ള അവരുടെ പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വേദയുടെയും വിക്രമിൻ്റെയും സ്നേഹമാണ് കാണിക്കുന്നത് രണ്ടുപേർക്കും. കാരണം ഒരിക്കലും പിരിയാൻ പറ്റാത്തൊരു ഇഷ്ടം അവരുടെ ഇടയിലുണ്ട്.